നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നേ ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് ദാവീദിൻ്റെ ട്രെയിലറിനെയാണ്. ഒന്ന് റിവ്യൂ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, റിയാക്ട് ചെയ്യുക എന്നാണ് നമുക്ക് ആഗ്രഹമുള്ളത്. റിവ്യൂ എന്നൊക്കെ പറയാനുള്ള മാത്രം അത്ര വലിയൊരു നിരൂപകനൊന്നുമല്ല. എങ്കിലും ഈ ഒരു ട്രെയിലർ എന്നെ വളരെയധികം ആകർഷിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കണ്ടതാണ്. എങ്കിലും നിങ്ങളുമായതൊന്ന് പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും നമുക്ക് ആ ട്രെയിലറിലേക്ക് ഒന്ന് പോകാം. ഇപ്പോൾ ട്രെയിലർ ഒരു വലിയൊരു സംഖ്യ ഭേദിച്ചിരിക്കുകയാണ്. ഏകദേശം 15 ലക്ഷത്തോളം ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. 1.5 മില്യണോളം ആളുകൾ കണ്ടു കഴിഞ്ഞ് ട്രെൻഡിങ് നമ്പർ 1 എന്നുള്ള സ്ഥാനത്താണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ നിലകൊള്ളുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കളയാം. നമ്മുടെ ആൻ്റണി പപ്പയും ലിജോ മോളൊക്കെ അഭിനയിച്ച ഈ സിനിമ ഫെബ്രുവരി 14 റിലീസിനെത്തുന്നത്. നമുക്കൊന്ന് ആ ഒരു ട്രെയിലർ ഒന്ന് വാച്ച് ചെയ്യാം. ക്രിസ്തുവിന് 300 വർഷം മുമ്പ് പാലസ്തീനിൽ ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു, ഗോലിയത്ത്. ആയോധന കലകളിൽ അതിസമർത്ഥനായിരുന്ന അയാൾ സകല രാജ്യങ്ങളും കീഴടക്കിയ ശേഷം ഇസ്രായേലിന്റെ അതിർത്തിയിലും എത്തി. രാജ്യം വിട്ടു നൽകി അടിയറവ് പറയാത്ത രാജാവിനോട് അയാൾ യുദ്ധം പ്രഖ്യാപിച്ചു. I can smell fear in my opponents. I can see the fear in their eyes. അങ്ങോട്ട് ഷേപ്പ് മാറ്റുന്നത് വെറുതെ പറയാറുള്ളൂ. അവനത് ചെയ്യണോനാ. തന്റെ ഭീഷണി പറഞ്ഞവസാനിപ്പിച്ച് തിരിഞ്ഞ ഗോലിയാത്തിന്റെ നെറുകയിൽ ദാവീദിന്റെ കവണയിൽ നിന്നും ഒരു കല്ല് വന്ന് പതിച്ചു. ഒരു ജാവ അതിലും തീർന്നില്ല ഒരു അപ്പക്കട്ട് നീ തീർന്നതാ. എന്തുട്ട കണ്ടപ്പോ ഒന്നും പറയില്ല കേട്ടാ. ആൻ്റണി പെപ്പ ആളുടെ ഇടി ഒന്നൊന്നര ഇടിയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ ഒരു ട്രെയിലറിൽ ആൻ്റണി പെപ്പയുടെ ആ പഞ്ച് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ആ ഒരു സീനിൽ കണ്ടു, ഒരു ഉദ്ഘാടന സെഷനിൽ നമ്മുടെ ലിച്ചി, അതായത് എന്താ അവളെ പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, രശ്മരാജൻ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്കമാലി ഡയറീസിലെ ആ നായിക, അപ്പോൾ ലിച്ചി എന്നുള്ള പേരാണ് മനസ്സിൽ വരുന്നത്, അതുകൊണ്ട് അവരുടെ പേര് പറഞ്ഞു പോയെന്ന് മാത്രം. എന്തായാലും ഇപ്പോൾ അവരൊരു ഉദ്ഘാടനം എന്നുള്ള സംഭവങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു താരമാണ്. സിനിമകളേക്കാൾ ഉപരി അദ്ദേഹത്തിന് ഇന്നാഗുറേഷനാണ് നൽകുന്നത്. എന്തായാലും ആ ഒരു സീനിൽ അവിടെ ഒരു പഞ്ച് ചെയ്യുന്ന ഒരു ബോഡി ഗാർഡിൻ്റെ മറ്റോ റോളാണെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയും തൊട്ട് പുറകിലേക്ക് പോകുന്ന രീതിയിലൊക്കെ ആയിരിക്കാം ഈ സിനിമയുടെ ഒരു ശൈലി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഈ ഗോവിന്ദ് വിഷ്ണു അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടർ. അതുപോലെ തന്നെ നിർമ്മാണം വലിയൊരു കമ്പനിയാണ്. നമുക്കറിയാം, വാലിബൻ പോലുള്ള സിനിമ എടുത്ത് അത്യാവശ്യം നല്ല ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും ആ ഒരു സംവിധായകൻ ഇവരെ ഈ ടീമിനെ കരപിടിച്ച് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇതൊരു ജോൺ മേരി പ്രൊഡക്ഷൻസ് അതൊരു വലിയൊരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോകുന്നത് എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇതിൻ്റെ ഓരോ പഞ്ചുകളും ഓരോ കട്ട്സും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ജസ്റ്റിൻ വർഗീസിൻ്റെ ആ ഒരു മ്യൂസിക്കൊക്കെ തന്നെ വളരെ രസകരമായിട്ട് തന്നെ ഉണ്ട്. BGM ഒക്കെ വളരെ രസകരമായിരിക്കുന്നു. നമുക്ക് തന്നെ സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഒരു വലിയൊരു പ്രചോദനം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പെപ്പയുടെ ഇടി തന്നെയാണ് ഈ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം. നല്ല ഓരോ ഹെവി വൈറ്റ് ഇടിയാണ്. ഹെവി വൈറ്റ് ഇടി, വൈറ്റ് അല്ല വെയിറ്റ്. ഓക്കെ, എന്തായാലും ഹെവി വൈറ്റ് ഇടി നമുക്ക് അത്രത്തോളം ഫീൽ ചെയ്യുക. ചില താരങ്ങൾ ഇടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. വിക്രമൊക്കെ ഇടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് ആ കാലഘട്ടങ്ങളിൽ 2002, 2003 ധൂള്, ദില്ല് അങ്ങനെ കുറേ സിനിമകളൊക്കെ വന്ന സമയത്തൊക്കെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. സാമിയിലും അങ്ങനെ തന്നെ ഫീൽ വന്നിരുന്നു. അത്തരത്തിലുള്ളൊരു ഫീല് കിട്ടുന്ന പഞ്ചുകളാണ് ഇവിടെ ആൻ്റണി പെപ്പയുടെ സിനിമയിലുള്ളത്. കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കിടിലൻ പെർഫോമൻസ് ഈ സിനിമയിൽ കാണുവാനായിട്ട്. വലിയ രീതിയിലുള്ളൊരു വിജയമായി ദാവീദ് മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബിബ്ലിക്കലായിട്ടുള്ള കുറച്ച് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ദാവീദിൻ്റെ
പഴയ നിയമത്തിലെ ദാവീദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ ട്രെയിലർ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. അതിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ ഏകദേശം 1.5 മിനിറ്റൊക്കെ ഉള്ള ഒരു വീഡിയോയാണ്. എങ്കിലും അത് വലിയ രീതിയിൽ തന്നെ ഇമ്പാക്റ്റ് നൽകുന്നുണ്ട്. ഓരോ പഞ്ചും ഹെവി പഞ്ചായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഓരോ ഹെവി വെയിറ്റ് ഇടികളും തിയേറ്ററിൽ കുലുങ്ങുക തന്നെ ചെയ്യുന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് എല്ലാവർക്കും രസിക്കുന്ന രീതിയിലായിരിക്കും ഈ സിനിമ എന്നാണ് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കുകയാണ് ഈ സിനിമയുടെ ട്രെയിലർ, ഇനി വരാനിരിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ. മാത്രമല്ല ഫെബ്രുവരി 14 ചിത്രം റിലീസാകുമ്പോൾ ഇതൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.